ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വെറും വെജിറ്റബിൾസ് മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സ്നാക്സാണിത്. എല്ലാവരും വീഡിയോ കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തത്. ഇതൊരു വെജിറ്റബിൾസ് സ്നാക്സ് ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു പൊട്ടറ്റോ ഉണ്ട്, 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് 5-6 പച്ചമുളകും എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെക്കണം. പൊട്ടറ്റോയും ക്യാരറ്റും എല്ലാം ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെക്കുക. ഇനി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യാം. ഇത് നല്ല അടിപൊളി സ്നാക്സ് ആണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചിക്കനോ മീനോ ഒന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണ്. അങ്ങനെ ഞാൻ പൊട്ടറ്റോയും ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ഒരു 5-6 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, പിന്നെ ഒരു 2 സ്പൂൺ മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞതും, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു കോഴിമുട്ട, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1 കപ്പ് മൈദ. ഇതെല്ലാം കൂട്ടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമുക്ക് കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് വേണം കുഴച്ചെടുക്കാൻ. കൂടുതൽ വെള്ളമായി പോകാനൊന്നും പാടില്ല. അതുകൊണ്ട് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ വേണം നമുക്കിത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാൻ. ഇതിലുള്ള വെജിറ്റബിൾസിലുള്ള വെള്ളം മാത്രം മതി കുഴച്ചെടുക്കാൻ, അല്ലെങ്കിൽ ലൂസായി പോകും. നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഉരുട്ടിയെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ച് മിക്സാക്കി എടുക്കുക. കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് വേണമെങ്കിൽ കുഴച്ചെടുത്താൽ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ റോൾ ചെയ്യുന്ന സമയത്തും കയ്യിൽ ഓയിൽ വെച്ചിട്ടിട്ട് വേണം റോൾ ചെയ്തെടുക്കാൻ. അതുപോലെ ഞാൻ കയ്യിൽ ഓയിൽ പുരട്ടി ഇതൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന പാകത്തിനുള്ള വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഉരുളകളാക്കി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഞാനെല്ലാം ഈ ബാറ്റർ മൊത്തം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറച്ച് കൂടുതൽ തന്നെ വെളിച്ചെണ്ണ ആവശ്യമുണ്ടാവും, കാരണം വലിയ ഉരുളകളായതുകൊണ്ട് അത് മുങ്ങി നിൽക്കുന്ന അത്രയും വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ച ഈ മസാല കൂട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 2 ഭാഗവും ഒരുപോലെ മൊരിയുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തീ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം, കാരണം അതിൻ്റെ ഉള്ളൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം, അല്ലെങ്കിൽ പുറഭാഗം വേഗം തന്നെ ക്രിസ്പി ആയി പോകും. അതിന് വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. നമുക്ക് വെജിറ്റബിൾസ് മാത്രം ഉപയോഗിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ, ഇനി കോഴിമുട്ട ആവശ്യമില്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കാം. വെജിറ്റേറിയനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം.